ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ പറയുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ അകറ്റി നിർത്തേണ്ടതായ, നമുക്ക് സൗഹൃദ ബന്ധം ഉണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടതായ ആൾക്കാരുടെ സ്വഭാവങ്ങൾ, ഏതൊക്കെ രീതിയിലുള്ളവരെ മാറ്റി നിർത്തണം. ഓക്കെ, അതിനകത്ത് ഞാൻ പപ്പ എന്താന്ന് വെച്ചേക്കും, പപ്പയ്ക്ക് ഇന്ന് തൊണ്ടവേദന കൂടുതലാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പോയിന്റുകൾ അങ്ങ് ആഡ് ചെയ്തോണം. പപ്പയ്ക്ക് വേണം ഒരു കാര്യം നിങ്ങളെ സഹായിക്കാം. പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ അതിന് മജ്ജയും മാംസവും കൊടുത്തോണം. ഓക്കെ. ചിലർ നമ്മുടെ അടുത്ത് വരുന്ന എന്തിനാന്ന് വെച്ചാൽ അവർ വിഷമുള്ള പാമ്പ് പോലെയാണ് കേട്ടോ. അവരെ നമ്മൾ ശ്രദ്ധിച്ചോണം. അവരെ അകറ്റി നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ ആ തേൻ പുരണ്ട വിഷം നമ്മൾ കഴിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചോണം. ഓക്കെ, ഞാൻ പപ്പ ഒരു പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞുതരാം. ഒരു 5-6 പോയിന്റ് പപ്പയ്ക്ക് അറിയാവുന്ന. ഒന്ന്, കപട സ്നേഹികളെ ഒഴിവാക്കണം. എന്തോ കപട സ്നേഹികൾ? കപട സ്നേഹികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുകയും മനസ്സിൽ എന്താണ് നമ്മളോടൊരു ദേഷ്യവും വിദ്വേഷവും അല്ലെ ഇത്തരത്തിൽ കുശുമ്പോ തുടങ്ങിയ രീതിയിലുള്ള ചിന്താഗതികളൊക്കെ ഉള്ളവരാണ് ഈ കപട ഹൃദയമുള്ളവർ. അവരുടെ കാര്യത്തിനായിട്ട് മാത്രമാണ് നമ്മളെ സമീപിക്കുന്നത്. മുമ്പേ പപ്പ പറഞ്ഞ റൂട്ട് തേൻ പുരണ്ട വിഷം. അത് മധുരമായിരിക്കും, പക്ഷെ വിഷമാണ്. അതെ. കുഞ്ഞിനെന്ത് പറയാനുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട്? പറഞ്ഞതുപോലെ യഥാർത്ഥ സ്നേഹമായിരിക്കത്തില്ല. അതെ, നമ്മുടെ വിശ്വാസത്തെ വഞ്ചിക്കും. അതെ, നമ്മളോട് ചേർന്ന് നിൽക്കുമ്പോഴും നമ്മുടെ ഓരോ പ്രവൃത്തികളെയും അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും നമുക്ക് വേണ്ടാത്തൊരു സമയത്ത് ചിലപ്പോൾ നമ്മളെ പല രീതിയിലും നമ്മളെ ഉപദ്രവിക്കുന്നവരുമായി. കപട സ്നേഹികള് പപ്പ ഒരു വാക്കൂടെ ആഡ് ചെയ്യാം. കപട സ്നേഹികള് എന്ത് ചെയ്യുന്നറിയാമോ? അവരുടെ നേട്ടത്തിന് വേണ്ടി നമ്മൾ കൂടെ നിൽക്കുന്നത്. ഓക്കെ, രണ്ടാമതൊരു പോയിന്റ് പപ്പ ഇടട്ടെ. അത്യാഗ്രഹികൾ, അവരെ മാറ്റി നിർത്തേണ്ടതാണ്. അത്യാഗ്രഹികൾ നമ്മുടെ അടുത്തേക്ക് വരാൻ നമ്മളിൽ നിന്ന് സംതിങ് മോർ അവർക്ക് ലഭ്യമാകും. അതെ അതെ അതെ, നമ്മുടെ സമ്പത്തായിരിക്കാം, നമ്മുടെ കഴിവായിരിക്കാം. ഓക്കെ, വെരി ഗുഡ്. സമീപനമായിരിക്കാം. അത്തരക്കാരെല്ലാം ആരാണ്? അത്യാഗ്രഹികൾ. അന്നേരം അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി നിർത്തുക, ഒഴിവാക്കുക. അല്ലാതെ അവരുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി, അവരുടെ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളെ. അടുത്ത ഒരു പോയിന്റ് പറയാനാണെങ്കിൽ, നിഷേധാത്മക ചിന്തയുള്ളവരോ? ചിന്തയുള്ളവരെ പറ്റി പറയുകയാണെങ്കിൽ, നിഷേധാത്മകം എന്ന് പറഞ്ഞാൽ എന്തോ? നമ്മൾ പറയുന്ന എല്ലാം നിഷേധിക്കും. അങ്ങനെ ഒരു മനോഭാവം. പക്ഷെ അവന്മാർ എന്ത് ചെയ്യത്തില്ല, അവർ നമ്മളോട് കാണിക്കത്തില്ല, അവർ മറ്റുള്ളവരോട് അത് പ്രകടിപ്പിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഈ നിഷേധാത്മക ചിന്ത കൊണ്ട് നമ്മുടെ പോസിറ്റീവ്നെസ് ഒക്കെ പോയി നമ്മൾ നെഗറ്റീവ് ആവും. മനസ്സിലാവുന്നോ? അത്രക്കാരെ കൂടെ നിർത്തിയാൽ കൊള്ളാമോ? അത് മോശം ചിന്ത എന്ന് പറഞ്ഞ പപ്പയുടെ അഭിപ്രായത്തിൽ മോശം ചിന്ത ഒരു രോഗമാണ്. രോഗം എന്തോ ചെയ്യും? ആന്നല്ലോ. അപ്പൊ ആ രോഗമുള്ളവരെ കൂടെ നിർത്തണോ? അവരെ മാറ്റണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പനി പിടിക്കും, രോഗം പിടിക്കും. എങ്ങനെയുള്ള രോഗം? നെഗറ്റീവ് ചിന്തകളുടെ രോഗം. മനസ്സിലായോ? അത് നിങ്ങൾ ആലോചിച്ചോണം. മനസ്സിലായോ? നിങ്ങളുടെ വിജയത്തിൽ അവർ ഒരിക്കലും സന്തോഷിക്കാൻ കഴിയാത്തവരായിരിക്കും. മനസ്സിലാവുന്നു? അല്ല, അതെ അതെ അതെ. അവരെ അകറ്റണോ? അപ്പൊ ആരെ അകറ്റണം? നിഷേധാത്മക ചിന്തയുള്ളവരെ അകറ്റണം. വേറെ പപ്പ ഒരു പോയിന്റ് പറഞ്ഞു തരട്ടെ. ഇനി മാറ്റേണ്ടത് അസൂയാലുക്കളെ മാറ്റണം. എങ്ങനെ? നമുക്ക് നേട്ടങ്ങളുണ്ടോ? അസൂയാലുക്കളുടെ പ്രശ്നം എന്തോന്നറിയാമോ? നമ്മുടെ കൂടെ ഭയങ്കര നമ്മുടെ ചങ്കാന്നും പറഞ്ഞ് കാണും. എന്തെങ്കിലും നമുക്കൊരു നേട്ടം ഉണ്ടാകുമ്പോ യവ ഇരുന്ന് യവൻ തോറ്റതുപോലെ അവന് തോന്നുന്നേ. പ്രകടിപ്പിക്കത്തില്ല. യവൻ വീട്ടിൽ പോയിരുന്ന് അങ്ങ് ഭയങ്കരമായിട്ട് ആലോചിക്കും. അപ്പൊ നമ്മുടെ നന്മകളോട് കൂടെ നിൽക്കാതെ എന്തോ ചെയ്യും? അതെ 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 അതെ, നമ്മൾ മനസ്സിലാവുന്നു. അമ്മ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടോ ഇത്തരത്തിൽ? ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവര് കിട്ടുന്നിടത്തൊക്കെ എഴുത്തും. എങ്ങനെ എഴുതുന്ന അറിയാം? മോടെ കൂടെ നിൽക്കുമ്പോ ഭയങ്കര സൗഹൃദം സാധിക്കും. എവിടെങ്കിലും അങ്ങോട്ട് പോയി കഴിഞ്ഞോണ്ടല്ലോ, അവൻ കണ്ണാവുണ എന്ന് വാചോടി എന്നൊക്കെ പറഞ്ഞ് അവൻ നമ്മളെ എന്ത് ചെയ്യും? തോൽപ്പിക്കാൻ ശ്രമിക്കും. മനസ്സിലാവുന്നു? അത് അവന്റെ ഒരു അവന്റെ ഒരു നേച്ചറാണ്. ഇങ്ങനെയുള്ളവന്മാരെ ആരെങ്കിലും പറയുമ്പോൾ ശ്രദ്ധിച്ചോളൂ. നമ്മുടെ പുരോഗതിക്ക് അവന്മാര് പ്രശ്നമാണ്. മനസ്സിലാവുന്നു? അന്നേരം അവരെ നമ്മൾ എന്ത് ചെയ്യും? മാറ്റി നിർത്തേണ്ടത് ആവശ്യമാണ്.
ഇവർ നമ്മളുടെ നെഗറ്റീവ് മാത്രമേ ആരെങ്കിലും കയ്യിൽ നിന്ന് നമ്മുടെ കൂടെ നടന്നിട്ട് നമ്മുടെ നെഗറ്റീവ് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ. ഇനി ഒരു പോയിന്റ് പപ്പ എന്തോ പറഞ്ഞിരുന്നെന്ന് വെച്ചാൽ, നിങ്ങളെ മുതലെടുക്കുന്നവരെ, നിങ്ങളുടെ സമ്പത്ത് പറ, നമ്മളെ ഉപയോഗിച്ച് നിങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കും? സമയം, നിങ്ങളുടെ ബന്ധം, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ പണം, നിങ്ങളുടെ അങ്ങനെയുള്ള വിദ്യാഭ്യാസം, ഇതിനെയൊക്കെ ആരുപയോഗിക്കും? അവന്മാർ ഉപയോഗിച്ചിട്ട് അവന്മാർ നിങ്ങളെ എന്തോ ആവും? നിങ്ങളെ അവരിടയ്ക്ക് വരും, ഇങ്ങനെ നമ്മുടെ സഹായം വാങ്ങും, നമ്മളെ ഉപയോഗിക്കും. അവരൊക്കെ വന്നപ്പോൾ അയ്യോ വലിയ ആനക്കാര്യം എന്നൊക്കെ വിചാരിക്കും. എന്നിട്ട് ഏറ്റവും സാധനം എന്ത് ചെയ്യും? നമ്മളെ കളഞ്ഞിട്ട് അവരവരുടെ പാട്ടിന് പോവുകയും ചെയ്യും. അവരുടെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ എനർജി അവന്മാർ കളയും. എന്താ അവരുടെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ എനർജി. ഐഡിയ കിട്ടിയോ? അങ്ങനെയുള്ളവന്മാരെ അവന്മാരാണ് മുതലെടുപ്പുകാരെന്ന് പറയുന്നത്. അന്നേരം അവന്മാരെ ഇത് ചെയ്യരുത്. ഇനി അടുത്ത വേറൊരു പോയിന്റ് പപ്പ പറയാന്ന് പറഞ്ഞ, ദുശീലത്തിന് അടിമയായവരുണ്ട്. ദുശീലത്തിന്, അതെ, നമുക്കും അത് സ്പ്രെഡ് ആവാൻ ചാൻസ്. അങ്ങനെയുള്ളവന്മാരെ അടുപ്പിക്കാമോ? ദുശീലമുള്ളവരെ അടുപ്പിക്കരുത്. കാരണം നമ്മുടെ ക്യാരക്ടർ ഫോർമേഷനെ അത് ബാധിക്കും. അപ്പൊ അത് ചെയ്യരുത്. അന്നേരം അതായത് ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാളുടെ അടുത്ത് നല്ല സൗഹൃദ ബന്ധം എന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാതെ നമുക്ക് ആ ക്വാളിറ്റി എന്ത് ചെയ്യും? അയാളുടെ സ്വഭാവം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. മനസ്സിലാവുന്നോ? അപ്പൊ അത് ദുശീലങ്ങള് നമ്മുടെ ധാർമ്മികത, നമ്മുടെ വിവേകം, ഇതിനെയൊക്കെ, നമ്മുടെ അറിവ്, ഇതിനെയൊക്കെ അത് നശിപ്പിച്ചിട്ട് പോകും ദുശീലം. മനസ്സിലാവുന്നോ? നിങ്ങളിപ്പോ നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് എന്തുണ്ടായതുകൊണ്ടാ? നിങ്ങൾക്ക് ദുശീലങ്ങൾ ഇല്ലാത്തതുകൊണ്ടാ. ദുശീലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സമയം കിട്ടുമോ? നിങ്ങൾ നന്മയിലേക്ക് നടക്കാനുള്ള സമയം കിട്ടുമോ? നിങ്ങളുടെ പോസിറ്റീവ്നെസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമോ? ആൾക്കാർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുമോ? നല്ല മിടുക്കി കുട്ടികളായി വരാൻ പറ്റുമോ? പ്രസംഗത്തിൽ കയറാൻ പറ്റുമോ? മനസ്സിലായോ? അവർ നിങ്ങളുടെ ഗുണം അടിച്ചുകൊണ്ട് പോകും. മനസ്സിലാവുന്നോ? അവിടെ ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ടായതുകൊണ്ട് നിങ്ങളും വേണമെങ്കിൽ കുടിയന്മാരും ഒക്കെ ആയി മാറും. മനസ്സിലായോ? അടുത്ത എന്താന്ന് പറഞ്ഞാൽ, വാക്ക് പാലിക്കാത്തവരെ, അല്ലെ വിശ്വാസമില്ലാത്ത അവരുണ്ടാവും. എങ്ങനെ? വാക്ക് പാലിക്കാത്തവര്, അല്ലെ നമ്മളെ വിശ്വസിക്കാത്തവർ. കൂടെ നിന്നിട്ട് നമ്മളെ വിശ്വസിച്ചില്ലുള്ള അവസ്ഥ ആലോചിച്ചു. മുമ്പ് അമ്മ പറഞ്ഞിട്ട് നമ്മളെ അങ്ങ് തള്ളിക്കളയും പ്രതിസന്ധിയിൽ. അങ്ങനെയുള്ളവരെ നമ്മുടെ കൂടെ നിർത്തരുത്. ഇനിയിപ്പോ എന്തെങ്കിലും പറയാം. ഇപ്പൊ ഈ പോയിന്റുകൾ, ഈ 7 എണ്ണമാണ്, 7 8 പോയിന്റ് പറഞ്ഞു. ഇതാണ് നമ്മുടെ എന്താന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഇത്തരക്കാരെ അകറ്റി നിർത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തുണ്ടാവും? നമുക്ക് വിജയം ഉണ്ടാവും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. അതൊരു ഉദാഹരണം പറഞ്ഞ, നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ ഒരു ഡേവിഡിന്റെ കഥ പറഞ്ഞാലേ, അതെന്ന് പറയുന്നത് മൈക്കൽ ആഞ്ചലോ അത് ആ ഡേവിഡിനെ കുത്തിയെടുക്കുമ്പോൾ നല്ല ശിലയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആ ശിലയിൽ നിന്ന് അദ്ദേഹം ആ കല്ലുകളെ പൊട്ടിച്ച് കളയുക. വേണ്ടാത്ത കല്ലുകളെ എല്ലാം എടുത്ത് കളഞ്ഞ് അദ്ദേഹം നല്ല ഒരു രൂപം കുത്തിയെടുത്ത്. അതിനർത്ഥം എല്ലാ ശിലയിലും എന്തുണ്ട്? നല്ല ശില്പങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്ന് എന്ത് പോണം? ആവശ്യമില്ലാത്ത. അപ്പൊ മോളെന്ന് പറയുന്നത് നല്ല ശില്പമാണ്. മോള്, ഈ അമൂല്യമായ മോളെ കുപ്പത്തൊട്ടിൽ കിടക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ട ആൾക്കാരെ മാറ്റാത്തോണ്ടൊക്കെയാ. മനസ്സിലായോ? അതുപോലെ കളയേണ്ടത് നമ്മള് കളയണം. മനസ്സിലായോ? നെഗറ്റീവ് ചിന്തകളെ കളയണം. ഏത് നെഗറ്റീവിനെ നമുക്ക് എന്താക്കാൻ പറ്റണം? പോസിറ്റീവ് ആക്കാൻ പറ്റണം. എങ്ങനെയാണ്? പറഞ്ഞു. അപ്പൊ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്കിപ്പോ രാഷ്ട്രീയം എന്ന് ഞാൻ പറയുന്നില്ല, അതിലുപരി നമുക്കൊരു ലക്ഷ്യമുണ്ട്. പക്ഷെ അത് അറ്റൈൻ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കപടം കാണിക്കണമെങ്കിൽ അത് കപടം അത് തെറ്റില്ല. അത് പൊളിറ്റിക്സിനകത്ത് എന്താന്ന് വെച്ചാൽ, ഞാനത് പഠിച്ചിട്ടുള്ളത് വെച്ചിട്ട്, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നേരായ വഴിയല്ല. പക്ഷെ നേരായ പൊളിറ്റിക്സ് ചെയ്യുന്നവരും ഉണ്ട്. മനസ്സിലായോ? കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മോനെ അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ, നേരായ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ആരാണോ ഏറ്റവും താഴെ ഇടയിലുള്ളവനെ വിദ്യാഭ്യാസപരമായും സംസ്കാരപരമായും സാമൂഹികപരമായും രാഷ്ട്രീയപരമായും ബോധം ഭരിപ്പിക്കുന്നത് ആരാ? ഈ നാട്ടിലെ 70% പാവപ്പെട്ടവനെ ആരാണോ അംഗീകരിക്കുന്നത്, അവൻ ഒരിക്കലും കപട രാഷ്ട്രീയത്തിന്റെ ആളല്ല. ഇവിടുത്തെ കോർപ്പറേറ്റുകളെ സൂചിപ്പിച്ചുകൊണ്ട്
അവരെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകും. ഞാൻ ഈ പറയുമ്പോൾ കുറേ കോൺട്രഡിക്ഷൻസ് വരും ഈ കാര്യത്തിൽ. പക്ഷെ ആരാണോ അങ്ങനെ ചെയ്യുന്നത്, ഉന്നതന് വേണ്ടി മാത്രം നിൽക്കുന്നത്, അത് നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നക്കാരാണ്, നല്ല രാഷ്ട്രീയക്കാരല്ല. നല്ല രാഷ്ട്രീയക്കാർ അപ്പം ആരൊക്കെയാണോ സാധാരണ ജനങ്ങളെ നോക്കുന്നത് അവർ നല്ല രാഷ്ട്രീയക്കാരാണ്. ഇനി എന്താ? അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നിൽക്കുന്ന പോസ്റ്റുള്ളവർ പിന്നെ അവിടെ തന്നെ നിൽക്കുന്നത്. അത് പറയാൻ പറ്റില്ല. അത് നമ്മള് നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ചോദിക്കുന്നത് നിങ്ങളുടെ അത് വേറൊരു സ്റ്റൈലാണ്. ഓട്ടം ഓടുന്ന ആള് മനസ്സിലാവുന്നു, അയാൾ ട്രെയിനിങ് കിട്ടുന്ന അനുസരിച്ച് അയാളുടെ ഓട്ടത്തിന്റെ സ്പീഡ് മാറും. രാഷ്ട്രീയത്തിൽ അതിന് ചില കാപട്യങ്ങളുണ്ട്. കച്ചവടം പോലെ നമ്മൾ ചില മറയ്ക്കപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അതുകൂടെ മനസ്സിലാക്കണം. വളരെ സത്യസന്ധതയ്ക്ക് മാത്രം അങ്ങനെ ഒക്കത്തില്ല. അതങ്ങനെയുള്ള ഒരു സംഭവമാണ്. എല്ലാം സത്യം ചെയ്ത് മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ജീസസ് പറയുന്നത്, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാൻ പറഞ്ഞത്. ഈ നാട്ടിലെ നിയമങ്ങളെ ഒന്നും വയലേറ്റ് ചെയ്യാനല്ല നമ്മൾ വരുന്നത്. കാരണം സമൂഹത്തിൽ പൊളിറ്റിക്സ് എന്ന്, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ല, ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച്. അവിടെ കള്ളന്മാരുണ്ട്, കൊലപാതകികളുണ്ട്, സ്ത്രീകളുണ്ട്, വാർദ്ധക്യമുള്ളവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അതിനനുസരിച്ച് അത് പോകുന്നത്. അതിനെ ഫിൽട്ടർ ചെയ്തെടുക്കേണ്ടത് നിങ്ങളാണ്. പക്ഷെ അതിനകത്ത് ഏറ്റവും വലുത് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. സംസ്കാരവും സാമൂഹികവും മാനസികവുമായ വളർച്ചയ്ക്ക് സഹായിക്കുക എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? നിർത്തട്ടെ.